എനിക്ക് നല്ലപോലെ അറിയാം ഇനി എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന്. ഈ 4 ചുവരുകൾക്കുള്ളിൽ ഞാൻ ഒറ്റയ്ക്ക്, നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത കുത്തഴിഞ്ഞ ജീവിതമാവും എൻ്റേത്. അത് ഞാൻ എനിക്ക് തന്നെ നൽകുന്ന ശിക്ഷയാണ്. കഴിഞ്ഞ 6 മാസം തന്നെയും തൻ്റെ സ്വപ്നങ്ങളെയും തടഞ്ഞു നിർത്തിയതിന് ഞാൻ സ്വയം ഏറ്റുവാങ്ങുന്ന ശിക്ഷ. ഇനി താൻ കൂടുതലായിട്ടൊന്നും എന്നോട് പറയരുത്. പകുതി മരിച്ച് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന എന്നെ മുഴുവനായി കൊല്ലരുത്. എല്ലാത്തിനും എനിക്ക് താൻ മാപ്പ് തരണം. എന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളെയും എന്നെയും മറക്കണം. തൻ്റെ വിഷമത്തിന് ആകെയുള്ള പ്രതിവിധി അതാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല സച്ചേട്ടാ. മനസ്സ് മുറിപ്പെടുത്തി സച്ചേട്ടനോടൊപ്പം ഒരു ജീവിതം എനിക്ക് വേണ്ട. എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു ഒരുമിച്ച് ജീവിക്കാന്ന്. സച്ചേട്ടന്റെ സന്തോഷത്തിന് വേണ്ടി സച്ചേട്ടൻ പറയുന്നു പിരിയാന്ന്. നാളെ ഞാൻ ഈ പടി ഇറങ്ങുന്നത് ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, സച്ചേട്ടന്റെ മനസ്സൊന്നും കൂടിയോ. ഇനി ഞാനൊരു ബാധ്യതയാവില്ല, ഉറപ്പ്. നാളെ ഞാൻ എന്റെ വീട്ടിൽ പോയിക്കോളാം. ഒരു ശല്യത്തിനും ഞാനിനി വരില്ല. ഈശ്വര, ഇപ്പോഴും നിന്റെ മുമ്പിൽ ഞാനുള്ളത് എന്റെ വീട്ടിലെ സന്തോഷങ്ങളെല്ലാം തീരുന്ന ദിവസമായിരുന്നു. സാധാരണ ഒരു പെൺകുട്ടി അനുഭവിക്കാത്ത പല പരീക്ഷണങ്ങളും എനിക്കുണ്ടായിട്ടും ഞാൻ തളർന്നിട്ടില്ല. പക്ഷെ ഈ വേർപിരിയൽ എന്നെ വല്ലാതെ തളർത്തി കളയുന്നു. എന്നെ സച്ചേട്ടനോടൊപ്പം ഇവിടെ ജീവിക്കാൻ അനുവദിച്ചൂടെ? സച്ചേട്ടന്റെ കൂടെ ജീവിക്കുന്നതോടൊപ്പം എനിക്ക് പല കാര്യങ്ങളും ഈ കുടുംബത്തോട് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. അവസാന നിമിഷത്തെ ഈ പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം എന്നെ സംരക്ഷിക്കാനാവുമെന്ന് എനിക്കറിയില്ല. ഇനി ഈശ്വരന്റെ തീരുമാനം ഞാൻ ഇവിടെ നിന്ന് പോകണമെന്നാണെങ്കിൽ എന്നെ കുറെ കൂടി ബലപ്പെടുത്തണം. ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തകരുന്ന മനസ്സുകളെ ആശ്വസിപ്പിക്കാൻ എനിക്ക് കഴിയണം. ഇന്നത്തെ ഈ പകല് എനിക്ക് നഷ്ടങ്ങളുടേതാണോ എന്നൊന്നും എനിക്കറിയില്ല. എല്ലാം നിന്റെ
നിന്റെ തീരുമാനം പോലെ നടക്കട്ടെ. എടുത്തി എന്തിനാ കരയുന്നത്? എടുത്തി എന്തോ വലിയ പ്രാർത്ഥനയിലായിരുന്നു തോന്നുന്നു. പ്രാർത്ഥനയിലേ ഉള്ളൂ ഒരാശ്വാസത്തിന്. ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എടുത്തിയുടെ ആവശ്യം ഈശ്വരൻ നടത്തി തന്നില്ലെങ്കിൽ എന്തു ചെയ്യും? എടുത്തിയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ. എല്ലാവരെയും അന്ധമായിട്ടങ്ങ് വിശ്വസിക്കും. അതിപ്പോൾ മനുഷ്യനായാലും ശരി, ഈശ്വരനായാലും അങ്ങനെ തന്നെ. ഒന്നിലും അമിത പ്രതീക്ഷ വയ്ക്കാതെ ജീവിക്കുന്നതായിട്ട് നമുക്ക് നല്ലത്. പിന്നെ പ്രാർത്ഥനയിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷമത്തിനൊക്കെ ഒരാശ്വാസം കിട്ടും. ചില പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടാൻ കാലതാമസം എടുത്തുനിന്ന് വരും. ചില നേരത്ത് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഏട്ടത്തി ചെറിയ എന്തെങ്കിലും കാര്യത്തിനൊക്കെ അങ്ങ് കണ്ണു നിറയ്ക്കും. ആ അതൊക്കെ പോട്ടെ. ഞാനിപ്പോൾ ഏട്ടത്തിടുത്ത് വന്നതേ അടുത്ത ആഴ്ച എൻ്റെ ഫ്രണ്ട് ആര്യയില്ലേ, അവളുടെ ചേച്ചിയുടെ കല്യാണമാ. ഏട്ടത്തെയും കൊണ്ട് ചെല്ലണമെന്ന് അവൾ പ്രത്യേകം പറഞ്ഞിരിക്കുക. അടുത്ത ബുധനാഴ്ച എന്ത് പരിപാടി ഉണ്ടെങ്കിലും അത് മാറ്റി വെക്കണമെന്ന് ഞാൻ ഇപ്പോഴേ പറയുവാണേ. അതിന് കൂടിപ്പോയ 5 ദിവസം. ഏട്ടത്തെ കണ്ടില്ലെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ആരോട് പറയും? ഏട്ടത്തെ എവിടെ പോകുന്നു? എന്റെ ഏട്ടത്തെ ഒരിടത്തേക്കും പോകണ്ട. എനിക്ക് എന്നും കാണണം എന്റെ ഏട്ടത്തെ. ഇതൊക്കെ മോളെ എടുത്തി തളർത്തി കളയുന്നു. മനസ്സിന് എത്ര ധൈര്യം കൊടുത്താലും ചില നേരത്ത് ഒന്നും അല്ലാതായി പോവും. ഏട്ടത്തി എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുമില്ല മോളെ, ചെല്ല ചെന്ന് റെഡിയായിട്ട് വാ. സച്ചേട്ടൻ വക്കീലിനെ കണ്ടുവരുമ്പോഴേക്കും ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത്
റെഡിയായിട്ട് നിൽക്കാന്ന് കരുതി. പിന്നെ തിരിച്ചു വന്നിട്ട് എന്നെ വീട് വരെ ഒന്ന് കൊണ്ടാക്കണം. കുറച്ചു ദിവസത്തേക്ക് വീട് വരെ പോയി നിൽക്കുകയാണെന്ന് ഒരു കള്ളം എല്ലാവരോടും പറയാം. പിന്നീട് എപ്പോഴെങ്കിലും അറിയുന്നവരറിയട്ടെ. ഞാൻ അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ തൽക്കാലം കൊണ്ടുപോകുന്നുള്ളൂ. ബാക്കി സച്ചേട്ടാ, എനിക്ക് അതെ, ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. എന്താ? ഒരു തവണ ചോദിച്ച് പറ്റില്ലെന്ന് പറഞ്ഞ കാര്യം. എങ്കിലും ഞാൻ ഒന്നുകൂടെ ഒന്ന് ചോദിച്ചോട്ടെ. വധിച്ചൂടെ? കഴുത്തിലണിഞ്ഞ താലി പൊട്ടുമ്പോഴും തിരുനെറ്റിയിലെ സിന്ദൂരമായുമ്പോഴും സച്ചേട്ടാ ഒരു പെണ്ണ് യഥാർത്ഥത്തിൽ മരിക്കുന്നത്. മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഈ താലി അഴിക്കാൻ മാത്രം പറയരുത്. ജീവിതാവസാനം വരെ ഈ താലി കഴുത്തിലണിഞ്ഞ് നടക്കാൻ എനിക്ക് അനുവാദം തരണം. ഇതിന്റെ മറുപടി ഒരു തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ.
ഈ അവസാന നിമിഷം ആ ചോദ്യം വീണ്ടും ചോദിച്ച് എന്നെ ആശയക്കുഴപ്പത്തിലാക്കരുത്. കണ്ണുകൾ അകലുമ്പോൾ മനസ്സ് പാകപ്പെടുമായിരിക്കും. അങ്ങനെ മനസ്സകന്നു തുടങ്ങുമ്പോൾ ഈ താലി തനിക്ക് തന്നെ ഒരു ഭാരമാകും. താൻ വേഗം വാ, ഞാൻ താഴെ വെയിറ്റ് ചെയ്യാം.
രാധികാറാം എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയാണ്. ചേച്ചി ഇപ്പൊ ദുബായിലാണ്. ചേച്ചിയുടെ ജൂനിയറായിട്ടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ചേച്ചിയുടെ കേസുകളെ കുറിച്ചൊക്കെ എനിക്കറിയാം. അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഡൈവോഴ്സിന് വന്ന് നിങ്ങളുടെ കേസ് ഉൾപ്പെടെ അറിയാം. ഈ ഒരു കാലാവധി കൊടുത്ത് പറഞ്ഞു വിടുന്ന ദമ്പതികളാരും അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരാറില്ല. ചിലത് ഒത്തീർപ്പാവും, ചിലത് പിണങ്ങി 2 വഴിക്ക് പോവും. 6 മാസം കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ വന്നു, അതും ആ കാലാവധി തീരുന്ന ദിവസം തന്നെ. അതിന്റെ അർത്ഥം നിങ്ങൾ ഇതുവരെ ഒരു ഭാര്യാഭർത്തൃ ബന്ധം തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്.